ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ വീട്ടുവിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് വളച്ച മോന്തയും കൊണ്ടാണ് ഞാൻ വന്ന് കുത്തിയിരിക്കുന്നത് കേട്ടോ. വീഡിയോ കണ്ട് ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ഇന്ന് നമ്മുടെ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ചൂടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര തളർച്ച ക്ഷീണമൊക്കെയാണ്. വീഡിയോ എല്ലാം എടുത്ത് വെച്ചിട്ട് പിന്നെ വീഡിയോ എല്ലാം എടുത്തിട്ട് പിന്നെ ചോറൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇത് വീഡിയോ കണ്ട് കട്ടിലെ തന്നെ കിടന്നാണ് വീഡിയോ കണ്ട് അത്രയ്ക്ക് ക്ഷീണം കേട്ടോ. അപ്പോൾ 2 ദിവസം കൊണ്ട് ആകെപ്പാട്ട് ടെൻഷൻ ഉണ്ട്. എനിക്കും ഉണ്ട്, ഈ നാട്ടുകാർക്കെല്ലാം ഉണ്ട്. അപ്പോഴത് ഞാൻ നാളെ പറയാം. എന്താണെന്ന് നാളെയും കൂടെ ഒന്ന് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. കാര്യം എന്താണെന്ന് ആകെ ടെൻഷനാണ്. നാട്ടുകാർക്കും അയൽവാസികൾക്കും വീട്ടുകാർക്കും ഫുള്ള് ഞങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയമാണ്. ഇന്നലെ രാത്രി 12 മണിക്കും ഞാൻ എഴുന്നേറ്റ് അണ്ണനോട് ചോദിച്ചേ എന്തായി കാണുമോ എന്തോ ഒന്നും അറിയത്തില്ലല്ലോ കേട്ടോ. അപ്പോൾ നാളെ ആ വിവരം പറയാം എന്താണെന്ന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ പോകാം. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ. സുപ്പുവിൻ്റെ കുഞ്ഞടുക്കളയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോഴേ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കുക്കറി ഷോ ആരംഭിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മുടെ തട്ടിക്കൂട്ട് കുക്കറി ഷോയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ കാപ്പിപൊടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്ന് നമ്മൾ കയറിയത്. ഇന്ന് ചപ്പാത്തി മുട്ടക്കറിയായിരുന്നു. കാണിക്കാൻ വേണ്ടി ഒന്നുമില്ല കേട്ടോ. ഞാനേ ഇന്നൊരു കാര്യം ചെയ്തു. എന്താണെന്നറിയാം, എല്ലാവർക്കും 3 എണ്ണം വീതം ഞാൻ കറക്റ്റ് ഉരുളയാക്കി പരത്തി ഞങ്ങളെല്ലാവരും സാപ്പിട്ട് കേട്ടോ. അതുകൊണ്ട് കാണിക്കാൻ വേണ്ടി ഇന്നൊന്നും ഇല്ലായിരുന്നു. കറക്റ്റ് അളവായിരുന്നു ഇന്ന് ആ പൊടി എടുത്തത്. മറ്റേ ഇവിടെ കിടന്ന് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ചപ്പാത്തി കേട്ടോ. ഇന്ന് പോയില്ല ചപ്പാത്തി അങ്ങോട്ടും ഇങ്ങോട്ടും. കറി മാത്രം കുറച്ച് ഇരിപ്പുള്ളൂ കേട്ടോ. മുട്ടയൊക്കെ ഇന്ന് മുട്ട എല്ലാവരും കഴിച്ചു കേട്ടോ. അമ്മയ്ക്ക് വേണ്ട, കാണുന്നുണ്ട്, അമ്മയ്ക്ക് വേണ്ട മുട്ട. പിന്നെ പക്ഷേ ഈ പിള്ളേർ കഴിക്കത്തില്ലായിരുന്നു. എന്തായാലും ഇന്ന് ഞാനങ്ങ് പുഴുങ്ങിയിട്ട് കേട്ടോ കറി വെച്ചു കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഇന്ന് കഴിച്ചു. പിന്നെ അതിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, ഗ്രേവി മാത്രം ഉണ്ട്. അതിനി ചപ്പാത്തിക്ക് രാത്രി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എടുക്കാം കേട്ടോ. നല്ല കറിയായിരുന്നു. ഇന്ന് കുക്കറിനകത്ത് തിരിയരുത് കേട്ടോ. ഇന്ന് ഞാൻ കുക്കറിനകത്ത് കേട്ടോ നമ്മൾ മുട്ടക്കറി വെച്ചത്. എളുപ്പമാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ധൃതിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങളൊക്കെ അങ്ങനെ വഴറ്റി വെക്കാറുണ്ടോ? ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ചീനച്ചട്ടിക്കകത്ത് നമ്മൾ മുട്ടക്കറി വെക്കുന്നത്. ഞാനും മോനും കൂടെ രാവിലെ ഇതൊന്ന് പരീക്ഷിച്ചത്. അടുപ്പ് ഞങ്ങളെ രണ്ടിനെയും കൊണ്ട് ഒക്കുന്നില്ല കേട്ടോ. ഞാൻ മോനെ പിന്നൊക്കെ ഇട്ട് കുത്തുക, ശരിയാവുന്നില്ല. ഇനി അവരെ തന്നെ വിളിക്കണം. പൈസയുടെ കാര്യം ഓർത്താ ഞാൻ വിളിക്കാത്തത് കേട്ടോ. ഞാൻ ചോദിക്കും, എന്നോട് ഇടയ്ക്കിടയ്ക്ക് വൈഫൈ വെക്കാത്ത എന്താ ആളെ പറ്റിക്കുവാണോ പറഞ്ഞ്. അപ്പോഴോരോരുത്തർക്കും ഓരോരോ അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ ഇല്ലേ. നമ്മളല്ലേ ആരെയും കുറ്റം പറയാനൊക്കത്തില്ല. നമുക്ക് ഓരോരോ കാര്യങ്ങളും ബാധ്യതകളും ഒക്കെ നമുക്കായിക്കഴിഞ്ഞാൽ എല്ലാവർക്കും സങ്കടങ്ങളും വിഷമങ്ങളും പൈസയ്ക്ക് ഇച്ചിരി കുറവും ഒക്കെ വരും കേട്ടോ. അതിപ്പോൾ ആരുടെയും കുഴപ്പമൊന്നുമല്ല. പിന്നെ മക്കളുമാരൊക്കെ പഠിക്കാനുണ്ടെങ്കിൽ നന്നായിട്ട് പൈസയൊക്കെ അങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുക. എങ്ങോട്ട് പോകാമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നിൽക്കട്ടെ. എന്തൊക്കെ ഇന്ന് കുക്കറി ഷോയിൽ കാണിക്കാൻ പോകുന്ന അരപ്പൊക്കെ പെരട്ടി വെച്ച് കേട്ടോ. ഇന്നാണെങ്കിൽ വലിയ കുറിച്ചി ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്താണ്, വലിയ കുറിച്ചി, ഈ പിന്നെ ചുണ്ണാമ്പൊക്കെ ഉള്ളത് അതാണ് കേട്ടോ. അത് ഞാൻ തേങ്ങ അരച്ച് നമ്മൾ മാങ്ങയിട്ട് പച്ചക്കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കുറച്ചെടുത്ത് വറക്കാൻ അരപ്പ് വരട്ടി വെച്ചു. പിന്നെ കൊഞ്ചുണ്ട് കേട്ടോ. കൊഞ്ചും നുള്ളിപ്പറക്കി വെച്ചു. പക്ഷേ എനിക്ക് വേണ്ട, അമ്മയ്ക്കും വേണ്ട കേട്ടോ. അപ്പോഴണ്ണനും ഞാൻ കൊടുക്കത്തില്ല അങ്ങനെ കൊഞ്ചൊന്നും കേട്ടോ.
പിന്നെ മക്കൾക്ക് അന്നേരം മോൻ പറഞ്ഞ് ഫ്രൈ ചെയ്താൽ മതിയെന്ന്. അതെല്ലാം ഞാൻ വൃത്തിയാക്കി ഇങ്ങനെ ഇട്ടേക്കും. അപ്പോഴിനി അത് മസാലയൊക്കെ പുരട്ടി വെക്കണം. പിന്നെ എന്തെങ്കിലുമൊക്കെ വെക്കണം. കൊഞ്ചും മോരും കൂടെ കഴിച്ചുകൂടെ. അപ്പോഴും ഞാൻ പറഞ്ഞു മോര് വാങ്ങിച്ചുകൊണ്ട് വരണേ. മോര് വാങ്ങിച്ചുകൊണ്ട് വെച്ചേക്കുന്നു. കൊഞ്ചും മോരും കൂടെ ചേരത്തില്ല. ഇങ്ങനെ നമ്മളാണ് ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഇന്ന് പറയുമ്പോൾ എനിക്കങ്ങ് ഭയങ്കര ടെൻഷനും കാര്യങ്ങളോ. കൊഞ്ചും മോരും ആണോ, കൊഞ്ചും നാരങ്ങയാണോ, നാരങ്ങ വെള്ളവുമാണോ, അങ്ങനെ എന്തോ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. അറിയെങ്കിൽ പറയണേ കേട്ടോ. അപ്പോഴും ഉപ്പൊക്കെ ഇട്ട് നമ്മൾ മീൻ അങ്ങോട്ട് വെച്ച് കേട്ടോ. ഇനി അടച്ച് വെച്ച് നമുക്ക് പതിയെ വേവിച്ചെടുക്കാം. എളുപ്പമാട്ടെ, ഒരടുപ്പേ ഉള്ളൂ കേട്ടോ. ധൃതിയൊക്കെ പിടിപ്പിക്കുമ്പോൾ നിങ്ങൾക്കും ധൃതിയാവും, കാണാനുള്ള നിങ്ങൾക്കും ധൃതിയാവും കേട്ടോ. നമുക്കേ അടച്ചങ്ങോട്ട് വയ്ക്കാം. തൊപ്പിക്കുട്ടന്മാരെ ഇവിടെ എടുത്തുകൊണ്ട് വയ്ക്കാം, അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പോഴും ഈ കൊഞ്ച് ഞാനൊന്ന് മസാലയൊക്കെ പുരട്ടി വയ്ക്കും. മോൻ പറഞ്ഞ് അങ്ങനെ മതിയാകുമ്പോൾ ഇവർക്ക് നേരത്തെ തീയലായിരുന്നു വയ്ക്കുന്നത് ഇവിടെ കേട്ടോ. ഇവർക്ക് ഇപ്പം ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോഴും ഞാൻ മസാലയൊക്കെ ഒന്ന് പുരട്ടി വയ്ക്കട്ടെ കേട്ടോ. നമ്മുടെ കറിക്ക് തിളയൊക്കെ വന്നു കേട്ടോ. തിളയൊക്കെ വന്നു. അപ്പോഴൊന്നേ ഉപ്പ് നോക്കണ്ടേ, ഉപ്പ് നോക്കണമല്ലോ, ഇല്ലെങ്കിൽ നമുക്ക് ഇനി ഇട്ട് കൊടുക്കണ്ടേ. എനിക്കിപ്പോൾ ഈ പച്ചക്കറിയെ ഇഷ്ടം. ചൂടല്ലേ, അപ്പോഴും ചൂടായതുകൊണ്ട് ഉപ്പ് ഇച്ചിരി കുറവ്. ഇച്ചിരിയും കൂടെ ഉപ്പ് വേണം കേട്ടോ. നമ്മുടെ മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ട് കേട്ടോ. രാവിലെ വാങ്ങിച്ചുകൊണ്ട് വന്ന മീനും മാങ്ങയും എല്ലാം കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്ന നല്ല പുളിയുള്ള മാങ്ങ. തീ പിടിച്ച് തുണിക്കും. ദൈവമേ, ഒന്നാമത് ചൂട് സമയം. കേറിയത് തന്നെ. ഇത് പിന്നെ കോട്ടൺ നൈറ്റി ആയതുകൊണ്ട് കുഴപ്പമില്ല. പോളിസ്റ്ററൊക്കെ ആണെങ്കിലേ പൊന്നേ എന്നെ പിന്നെ നോക്കണ്ട അല്ലേ. തിരിങ്ങോടെന്നേ വറ്റട്ടെ. അപ്പം നമ്മളെ കൊഞ്ചൊക്കെ ഇങ്ങനെ മസാലയൊക്കെ പുരട്ടി ഇങ്ങനെ ഇരിക്കാം. മീൻ എപ്പോഴേ പുരട്ടി വെച്ചേക്കുക. ഇതൊന്നും ആയിട്ട് വേണം നമുക്ക് അവരെ രണ്ടുപേരെയും ഇടേണ്ടത് കേട്ടോ. നമ്മുടെ കറിയൊക്കെ അങ്ങനെ നീണ്ട വെന്തു വറ്റിയൊക്കെ വന്നേ. നീ അവിടെ ഇരുന്ന് വറ്റടാ ബാക്കി. ഇനി നമുക്ക് മീൻ വറക്കണം കേട്ടോ. മീൻ വറക്കണം. വെളിച്ചെണ്ണ ആരെങ്കിലും ഒന്ന് പൊട്ടിച്ചൊഴിച്ച് തന്നായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. ഞാൻ ഒഴിച്ചാൽ മൊത്തം തറയിൽ പോകും കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് കണ്ണെത്തുമെങ്കിൽ നല്ല ഇതാണല്ലോ. ഇന്ന് മീൻ ഫ്രൈ, കൊഞ്ച് ഫ്രൈ എല്ലാം ഫ്രൈ ആണ് കേട്ടോ. ഇന്നെല്ലാം ഫ്രൈ ആണ് നമ്മുടെ വീട്ടിൽ. മോനെ പോയിട്ട് വാ, സമയത്തിരി ആയില്ലയോ. ചട്ടിയിലൊന്നും കിടക്കത്തില്ല. ഇങ്ങനെ ചെറിയ ചട്ടി എടുത്തത് വറക്കാം. മറ്റേ നമുക്ക് വേറെ ചട്ടിക്കകത്ത് വറക്കാം കേട്ടോ. അപ്പോൾ ഇതും ഒന്ന് ഫ്രൈ ആയി വരട്ടെ. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ പൊട്ടിച്ചൊഴിച്ചു കേട്ടോ. മീൻ ഒരു വശം മൂത്തിരിക്കുന്നു. കൊഞ്ച് വറക്കാം കേട്ടോ. എനിക്ക് നാണം വന്നു. എൻ്റെ അണ്ണൻ ഇവിടെ ഇരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് നാണം വന്നു. ആരും ഇല്ലാത്ത സമയത്താണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. എനിക്കിപ്പോൾ ഒരു നാണം വന്നതേ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പുറത്ത് പോയിക്കോ, അപ്പുറത്ത് പോയി. എനിക്ക് നാണം വരുന്നു. എനിക്ക് ഇവിടെ ആരെങ്കിലും ഇരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ ഒക്കത്തില്ല കേട്ടോ. ഓടിക്കോ. പുരുഷന്മാർക്ക് അടുക്കളയിൽ പ്രവേശനമില്ല. ഓടിക്കോ. ഇല്ലയോ, കണ്ട വഴി ഓടിക്കോ. നമ്മൾ ഇന്നേ
നമ്മൾ കൊഞ്ച് ഫ്രൈ ഉണ്ടാക്കുന്നത് കേട്ടോ. ഓക്കെ കേട്ടോ, നമ്മൾ തീയലല്ല. ഞങ്ങൾക്ക് അതൊന്നും വേണ്ടല്ലോ, എല്ലാം പറയും ഇവർക്കല്ലേ, കൊച്ചുങ്ങൾക്കാണ്. പകുതി സൈഡാണ് കേട്ടോ, അല്ലെങ്കിൽ ശരിയാവത്തില്ല, എല്ലാം കൂടെ കിടക്കത്തില്ല. നമുക്ക് കോവയ്ക്ക തോരൻ വയ്ക്കാം. തേങ്ങ തിരികിയിട്ടേ കോവയ്ക്ക തോരൻ വയ്ക്കണം. അപ്പം അതിനിങ്ങനെ അരിഞ്ഞെടുക്കണം. മോര് കാച്ചണം. പൊന്നെ എപ്പോഴാണോ എന്തോ എനിക്കറിയത്തില്ലേ. കൊഞ്ച് ഞാൻ തിരിച്ചിടുന്നുണ്ട്. ഇവർ വിചാരിക്കും ഞാൻ ഇവിടെ നിന്ന് കട്ട് തിന്നു കേട്ടോ. കൊഞ്ചൊക്കെ അങ്ങ് ചുരുങ്ങുമ്പോൾ ഇച്ചിരി അല്ലേ ഉള്ളൂ, ഇച്ചിരിയേ ഉള്ളൂ കേട്ടോ. ഒന്നാമത് അത്ര വലിയ കൊഞ്ചല്ലായിരുന്നു, കൊച്ചു കൊഞ്ചായിരുന്നു. ഞാൻ മറിച്ചിടുന്നുണ്ട്. നമ്മൾ കോവയ്ക്ക തോരൻ വയ്ക്കാൻ അങ്ങനെ പൊട്ടട്ടെ. ചില കോവയ്ക്ക കാണും കേട്ടോ പഴുത്തത്, അതൊക്കെ ഭയങ്കര പുളിയാണ്, ഞാൻ എടുക്കത്തില്ല. ഈ പഴുത്ത കോവയ്ക്ക ഉണ്ടല്ലോ, അതങ്ങ് ഭയങ്കര പുളിയായിരിക്കും, അത് ഞാൻ അങ്ങനെ എടുക്കത്തില്ല കേട്ടോ. ഇടയ്ക്ക് ഇതും കൂടെ നോക്കണം, അല്ലെങ്കിൽ അവൻ കരിഞ്ഞു പോയാലേ അട്ട ചുരുളുന്നതിൻ്റെ കൂട്ടങ്ങ് ചുരുണ്ടു പോകും. ഏകദേശമായി കേട്ടോ. അപ്പോൾ ഞാനൊന്നേ കോഴി വെച്ചിട്ട് ഇച്ചിരിയേ ഉള്ളൂ. എൻ്റെ ദൈവമേ, ഇതിൽ വിചാരിക്കും ഞാൻ അടിച്ച് മാറ്റി കഴിച്ചു. നിങ്ങളെ പാത്രം എടുത്തോണ്ട് വരട്ടെ കേട്ടോ, ഞാൻ കാണിക്കാം. ആദ്യത്തെ അതേ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇച്ചിരിയേ ഉള്ളൂ. അപ്പോഴിത് രണ്ടാമത്തെ ട്രിപ്പ്. പേടിയാ നമ്മുടെ മുഖത്തും എല്ലാം തീർക്കുന്നു. പൂക്കട്ടെ. അടുത്ത് ഞാൻ ഇതൊന്ന് അരിയട്ടെ. പൊട്ടിത്തെറിക്കും, ഇവിടെ അല്ല പൊട്ടിത്തെറിക്കും കേട്ടോ. ഞാനുണ്ടല്ലോ രാവിലെ എല്ലാ പണിയും ഒതുക്കിയിട്ടേ അടുക്കളയിൽ നിൽക്കത്തുള്ളൂ. പിന്നെ നമുക്ക് മുറ്റത്തിറങ്ങണം, ജോലിക്കായിട്ട് നമുക്ക് ഇറങ്ങണ്ട കേട്ടോ. ചെടിക്ക് വെള്ളം ഒഴിക്കും, തൂട്ടൊക്കെ രാവിലെ അങ്ങ് വാരും, എല്ലാം കരയ്ക്കാവും, എല്ലാം അങ്ങ് വൃത്തിയാക്കും. പിന്നെ നമുക്ക് ചോറൊക്കെ ഇട്ടിട്ട് പിന്നെ ഉച്ചയ്ക്ക് വെറുതെ ഇരിക്കുന്ന പരിപാടിയുള്ളൂ കേട്ടോ. അതാ രാവിലെ ജോലിയെല്ലാം കൂടും. എന്താ എല്ലാം നമ്മളുടെ തലയൊക്കെ വലിയ കൂടുന്നത്. കുഞ്ഞങ്ങ് പഠിക്കാൻ പോകുന്നുണ്ട്, മറ്റേ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. പരീക്ഷയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് എല്ലാം ഇപ്പം നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അല്ലെ തന്നെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഒന്ന് അരഞ്ഞു തരാൻ പോലും നമുക്ക് ആരുമില്ല. അമ്മയ്ക്ക് ഇപ്പോൾ ഒട്ടും കൈ വയ്യാൻ തോന്നും കേട്ടോ. അതായത് എൻ്റെ അടുത്ത് ഉടായിപ്പാണോ? അമ്മേ സത്യം പറഞ്ഞോ, എൻ്റെ അടുത്തുള്ള ഈ ഉടായിപ്പ് കൈ വയ്യാന്ന് പറഞ്ഞു ഞാൻ കാണരുത് വേറെ എവിടെയും പോയി അരിയുന്നത് കേട്ടോ. അപ്പോഴാണല്ലോ ഇല്ലയോ എൻ്റെ അടുത്താ കളി. അറിയരുത്, കൈക്ക് വേറെ അല്ല കേട്ടോ. ഈ കൈ വെട്ടി മുറിച്ചിട്ട് ഇനി അതും കൊണ്ട് നമ്മൾ നടക്കേണ്ടി വരും. എന്തിനാ ഇതിനൊക്കെ പോകുന്നത്? എനിക്കതിനെ അറിയാവുന്നതല്ലേ ഉള്ളൂ. 5 കാക്ക കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം, അതല്ലേ ഉള്ളൂ നമ്മുടെ പരിപാടിയല്ലേ. ഒരെണ്ണം ഇത്ര അരിഞ്ഞതിൽ ഒരെണ്ണം അതേ പഴുത്തുകൊണ്ട് ഇതുവരെ ഒന്നും പഴുത്ത കിട്ടിയില്ലായിരുന്നു കേട്ടോ. അരിയട്ടോ. നിങ്ങൾ വിചാരിക്കും കൈ വെട്ടി മുറിക്കുന്നത്, കൈയൊന്നും വെട്ടി മുറിക്കത്തില്ല കേട്ടോ. സൂപ്പറിന് എപ്പോഴും സൂപ്പറിൻ്റെ ഇങ്ങനെ അരിയുന്നതാണ് ഇഷ്ടം കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ അതിനകത്ത് പിടിക്കണം, ഇതിനകത്ത് പിടിക്കണം. ഇതും പഴുത്തതാണ്, 2 എണ്ണം നമുക്ക്. പക്ഷെ ബാക്കിയെല്ലാം നല്ല പിഞ്ച് സൂപ്പർ കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. അടിപൊളി കോവയ്ക്ക, എനിക്ക് അങ്ങനെയുള്ള കോവയ്ക്ക ഇഷ്ടമാണ്. ഇന്നലെ ആരോ കോവയ്ക്ക മീനില്ലാതെ മീൻകറി, എനിക്ക് വരുമ്പോൾ മീൻകറിയൊക്കെ മീനിട്ട മീൻകറി തന്നാൽ മതി. ആരോ ഉടായിപ്പ് പരിപാടി ഇന്നലെ കാണിക്കുന്നുണ്ടോ? കൊള്ളത്തറ. ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, എനിക്ക് വരുമ്പോൾ മീനിട്ട മീൻകറി തന്നാൽ മതി. കോവയ്ക്കൊന്നും ഇട്ടാൽ ആരുടെയാണോ? ഇന്ന് രാവിലെയാണോ ഇന്നലെ രാത്രിയിലാണോ ഞാൻ വീഡിയോ കണ്ടത്? അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മീനിട്ട മീൻകറി മതിയെന്ന് കേട്ടോ. നമ്മളെ ആരും പറ്റിക്കാൻ നോക്കണ്ട, അത്ര ഉളക്കുന്നുണ്ട്. ഇടയ്ക്ക് നമ്മൾ ഇതൊന്നും മറിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തല
ഞാൻ അടച്ച് വെക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എനിക്ക് ഇഷ്ടമല്ല. ഇവിടെ എല്ലാം എണ്ണയാവും കേട്ടോ, ഇരട്ടി പണിയത്. വേഗം ഞാനിതൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. നമ്മുടെ കൊഞ്ച് എല്ലാം വറുത്ത് കിട്ടി കേട്ടോ. വറുത്ത ഇനി നമുക്ക് വയ്ക്കാം, തോരൻ വയ്ക്കാം. ചുമ്മാ വെച്ചിട്ട് കടുകും വറുത്തേ, കടുക് ഇട്ട് പൊട്ടിച്ചേ ഞാൻ എൻ്റെ കൂടെ തിരികെ വെച്ച് കേട്ടോ. തേങ്ങയൊക്കെ ഇട്ട് അങ്ങോട്ട് തിരികെ വെച്ച്. ഇനി മോര് കാച്ചണം. ഇനി കറിയില്ലാതെ പറ്റത്തില്ലല്ലോ. കറി എന്താ, മീൻകറിയൊക്കെ ഒഴിച്ച് കൂട്ടാം. വേണ്ട ഇത്ര കിട്ടി. നല്ല പൊട്ടായിരുന്നു കേട്ടോ, ഇഞ്ചായിരുന്നു നമ്മുടെ. അങ്ങോട്ട് തിരികെ വെച്ച് എളുപ്പം അങ്ങോട്ട് പൊട്ടടാ, സമയമില്ലടോ, പൊട്ടടാ അങ്ങോട്ട്. അവനൊന്ന് പൊട്ടട്ടെ. അങ്ങനെ അവൻ പൊട്ടിത്തുടങ്ങി കേട്ടോ. പൊട്ടട്ടെ, അങ്ങനെ പൊട്ടട്ടെ. ഇത്തിരി നേരം അവൻ കിടന്നങ്ങോട്ടെ. വേഗം നമുക്ക് അടച്ച് കേട്ടോ. അടച്ച് വെച്ച് നമുക്ക് അവനെ വേവിച്ചെടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ എണ്ണയും കടുകും എല്ലാം കൂടെ ഒന്നാവണ്ടേ. ഈ പച്ചമുളക് മുഴുവനെ വന്നു. അപ്പോഴത്തേക്ക് തൈരൊന്ന് കലക്കണം കേട്ടോ. തൈര് കലക്കി വെച്ചില്ല, തൈരൊക്കെ ഒന്ന് കലക്കിക്കൊണ്ട് വരും കേട്ടോ. എൻ്റെ എല്ലാ പരിപാടികളും ഈ അടുപ്പിൻ്റെ കീഴത്ത കേട്ടോ. ഇത്രയും ഭാഗത്താണ്. ഒന്ന് വട്ടം തിരിഞ്ഞ് വരുമ്പോഴത്തേന് നമ്മുടെ കറികളെല്ലാം റെഡിയാവും. ഇങ്ങനെ ഇല്ലയോ? അതോ ഓരോന്നോരോന്ന് എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. എനിക്ക് അങ്ങനെ പോകേണ്ട കാര്യമില്ല കേട്ടോ. എല്ലാം ഞാൻ ഇവിടെ തന്നെയാണ് സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. എല്ലാം ഒന്നുമില്ല അപ്പുറത്തോട്ട് പോകേണ്ട കാര്യം, എല്ലാം ഇവിടെ തന്നെ. അതുകൊണ്ട് എന്ത് എളുപ്പമാണെന്നറിയാമോ? അല്ലെങ്കിൽ ഒരെണ്ണം അങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ എടുക്കാൻ ഓടണം അല്ലേ? അങ്ങനെ എടുക്കാൻ ഓടേണ്ട കാര്യമേ ഇല്ല. എല്ലാം അടുപ്പിച്ച് വെച്ചാൽ അത് നമ്മൾ ചെയ്യാൻ വേഗം നമ്മുടെ പണികളും തീരും. എന്ത് എളുപ്പമാണ്. മോന് സലാഡാണ് ഇഷ്ടം കേട്ടോ. എന്നാലും കൂട്ടും മോര് അതും ഇരിപ്പുണ്ട് കേട്ടോ. അല്ലാതെ തൈര് വാങ്ങും. ഞാൻ പറഞ്ഞു ഇപ്പം നമുക്ക് ചൂടല്ലേ, അപ്പോഴും തൈര് വാങ്ങിച്ച് കുഞ്ഞുങ്ങളൊക്കെ കഴിക്കട്ടെ. തണുപ്പ് ഇപ്പം അതുകൊണ്ട് ഞാനങ്ങ് വാങ്ങിച്ച് വെപ്പിക്കും കേട്ടോ. എടുക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ. എന്തില്ല കേട്ടോ, ഞാനൊന്ന് ഇളക്കി കൊടുക്കണം. അടിയിലങ്ങനെ പിടിച്ചാലേ നമ്മൾ വെള്ളം ഒഴിക്കാതെ ഇരിക്കുന്നത്. ആ എണ്ണയ്ക്കകത്ത് കിടന്ന് തന്നെ വേവല്ലേ. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് മോരും കൂടെ കാച്ചിയാൽ മതി കേട്ടോ. പണി മതി. പിന്നെ കുറച്ച് പാത്രങ്ങളായി, അതൊന്ന് കഴുകണം. നമ്മുടെ തോരനും റെഡിയായി. അടുത്ത് നമുക്കിനി നമ്മുടെ മോരിനെ കടുക് വറുത്തൊഴിക്കണം കേട്ടോ. മോരൊക്കെ കലക്കി ഒഴിച്ച് എല്ലാ കൂട്ടൊക്കെ ചേർത്ത് വെച്ചു. ഇനി കടുക് വറുത്തങ്ങ ഒഴിച്ചാൽ മതി കേട്ടോ. എൻ്റെ ദൈവമേ, ഒന്നും പറയണ്ട. ജടപട എല്ലാം കഴിഞ്ഞ് എന്തായാലും കേട്ടോ. 2 പച്ചമുളകും കൂടെ കടുക് വറക്കുന്നതിനകത്തോട്ട് കീറിയിടാം. ഞാനങ്ങനെ തേങ്ങ അരക്കത്തില്ല ഇവിടെ കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ടല്ലോ, തൈരുണ്ടല്ലോ. തൈരൊക്കെ കുറയുമ്പോഴല്ലേ നമ്മൾ തേങ്ങ അരച്ച് മോരിയേറി വയ്ക്കുന്നേ. ഇവിടെ അല്ലാതുള്ള മോര ഉണ്ടാക്കുന്ന കേട്ടോ. മോരില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇച്ചിരി തേങ്ങയൊക്കെ അരച്ച് ചേർക്കും അല്ലേ. ഉടായ്പിലെ മോര് കറി. മോരിനകത്ത് എല്ലാം ഇട്ടതാട്ടോ. അതിൻ്റെ പൊടികളെല്ലാം ഇട്ടതാണ്. നല്ല കുറുകുറോന്നുള്ള മോര്, നല്ല സൂപ്പർ മോര്. ഞാൻ വിചാരിച്ചു പുളിയില്ലായിരിക്കും, പക്ഷെ നല്ല പുളിയുണ്ട് കേട്ടോ. ഇങ്ങനെ നോക്കുന്ന പേടിയാണ്. കുഞ്ഞ് കടുക് വറക്കുന്നതായിട്ട് വെച്ച് എനിക്ക് പേടിയാണ് എടുത്ത് വെക്കുമ്പോൾ കേട്ടോ. ഭയങ്കര പേടിയാന്ന്. പൊട്ടട്ട് കേട്ടോ. കാറ്റും അടിക്കുന്നു, ഭയങ്കര കാറ്റ്. ഇതൊക്കെ മതി ദൈവമേ. കാറ്റടിച്ച് തീനാളാവും വല്ലാതെ.
ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നത് എനിക്ക് പേടിയാണ്. കാറ്റടിച്ച് തീനാളം മാറുന്നത് കൊണ്ടേ ഞാൻ കൂട്ടിയിട്ടിട്ടില്ല കേട്ടോ. എനിക്ക് പേടി, തീ കയറി പിടിക്കുമോയെന്ന് പേടി. കാറ്റടിക്കുന്നുണ്ട്, കുറച്ച് പൊട്ടി വരുന്നുണ്ടേ. അപ്പോൾ കുറച്ച് അലങ്കാരപ്പണി വേണമല്ലോ. കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മുകളിലിങ്ങനെ എല്ലാം സൗന്ദര്യമായിട്ട് നിൽക്കണ്ടേ, അല്ലയോ? നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ? അങ്ങനെ പൊട്ടി വന്ന് കേട്ടോ ഒരു വിധം. അയ്യോ, ഇനി ബാക്കിയുണ്ടെങ്കിൽ വയറ്റിൽ കിടന്ന് പൊട്ടട്ടോ. അത്ര ഉള്ളതില്ലല്ലോ. എത്ര നേരം കൊണ്ട് നിൽക്കുന്നു അറിയാമോ കടുക് പൊട്ടാൻ, അല്ലയോ? അടക്കാന്ന് പൊട്ടട്ടെ. എല്ലാം പൊട്ടി കേട്ടോ. പൊട്ടിയില്ലെങ്കിൽ നമുക്കറിയാം കടുക് താഴെ കിടക്കുന്നതാണ്, പൊട്ടിയെങ്കിൽ മേളിൽ കിടക്കും, അല്ലയോ? അങ്ങനല്ലയോ? അപ്പോഴെല്ലാ പരിപാടികളും കഴിഞ്ഞു. കുറച്ച് പാത്രം ഉണ്ട് കേട്ടോ, അത് കഴുകി വെക്കണം. പിന്നെ മോര് കറിക്ക് ഉപ്പ് നോക്ക്. വായോ ചേണ്ടാക്കാരാ, ഉപ്പ് നോക്ക്. വായോ, ചൂടായില്ല മോര്, എന്നാലും ഉപ്പ് നോക്കിക്കോ, ഇല്ലയോ? ചൂടായില്ല, അങ്ങോട്ട് ഒഴിച്ചതേ ഉള്ളൂ. നോക്കട്ടെ ഉപ്പ് ഉണ്ടോ മോനെ? ഉപ്പ് ഇപ്പൊ ഉപ്പും പുളിയുണ്ട്. അപ്പോഴെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോഴേക്ക് മോരും കൂടെ ഒന്ന് ചൂടായാൽ മതിയല്ലോ കേട്ടോ. എന്നിട്ട് നമുക്ക് സാപ്പിട്ടിട്ട് എവിടെയെങ്കിലും പോയി കാത്തിരിക്കാം. ആരും വിളിക്കരുത് ഇനി. അത്ര ഉള്ളത്തില്ലല്ലോ. രാവിലെ നമ്മൾ കയറിയതല്ലേ ഇതിനകത്ത്. കഥകൻ്റെ പുറകിലോ എവിടെയെങ്കിലും പോയി കത്തായത്തിനകത്തോ എങ്ങാനും പോയി കാത്തിരിക്കല്ലോ. ചൂടുകൊണ്ട് അതിനകത്തൊന്നും ഇരിക്കാൻ ഒക്കത്തില്ല കേട്ടോ. മുറ്റത്തെ അയ്യത്തുമൊക്കെ പോയി ഇറങ്ങി നടന്നാൽ മതി. ചൂടാവട്ടെ കേട്ടോ. ഞങ്ങൾ ചോറൊക്കെ ഉണ്ടോ, 4 മണിക്ക് ചായയും കുടിച്ചു. അതൊക്കെ കഴിഞ്ഞ് വിളക്ക് കൊളുത്തി നാമമൊക്കെ ചൊല്ലി കഴിഞ്ഞ കേട്ടോ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ എന്നും രാവിലെ മുതൽ ഉച്ച വരെയുള്ള വിശേഷങ്ങളാണല്ലോ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ജോലിയൊന്നുമില്ല കേട്ടോ. പിന്നെന്താ വീഡിയോ എടുക്കാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു കേട്ടോ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.